വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇന്ന് എമർജൻസി ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം LIC ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന ജീവൻധാര സെക്കൻഡ് പ്ലാൻ നമ്പർ 872 അങ്ങനെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്ലാന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിനകത്തേക്ക് കിടക്കാം. ഈ ജീവൻധാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസി LIC മുൻപ് ഉണ്ടായിരുന്ന ഒരു പോളിസിയാണ്, പിന്നീട് വിത്ഡ്രോ ചെയ്തൊരു പോളിസിയാണ്. അതിൻ്റെ ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ജീവൻധാര സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോളിസി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പോളിസിയെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് എ നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽ സേവിങ്സ് ഡെഫേർഡ് ആനുറ്റി പ്ലാൻ ആണ്. അതായത് ഷെയർ മാർക്കറ്റായിട്ട് ലിങ്ക് ഇല്ലാത്തതും അതുപോലെ തന്നെ ബോണസിൽ പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തതും ഇൻഡിവിജ്വൽ ആയിട്ടോ എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള സേവിങ്സും അതുപോലെ തന്നെ ഡെഫേർഡ് ആയിട്ട് കിട്ടുന്ന ഒരു ആനുറ്റി പ്ലാൻ, നമ്മുടെ ജീവൻ ശാന്തിയുടെ പോലെ ഡെഫർ ചെയ്ത് പെൻഷൻ കിട്ടുന്ന ഒരു പ്ലാനാണ് ജീവൻധാര. ഇതിന് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഗ്യാരണ്ടീഡ് ഇൻകം നമുക്ക് ഉറപ്പുവരുത്തുന്ന, നമുക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഉറപ്പുവരുത്തുന്ന ഒരു പോളിസിയാണ് ജീവൻധാര എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഇതൊരു ആനുറ്റി പ്ലാൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിനകത്ത് വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് ആനുറ്റി നമ്മൾ എടുക്കുന്ന സമയത്ത് തൊട്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ആനുറ്റി കിട്ടാനായിട്ടുള്ള അവസരവും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച്, എടുക്കുന്ന വ്യക്തിയുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഹയർ ആനുറ്റി റേറ്റ്സും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡെഫർമെന്റ് ടേമിനകത്ത് നമുക്ക് പെൻഷൻ ഇല്ലെങ്കിലും നമുക്ക് ലൈഫ് കവർ അവിടെ കിട്ടുന്നുണ്ട്, ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് റെഗുലർ ആയിട്ടും അതുപോലെ തന്നെ സിംഗിൾ പ്രീമിയം ആയിട്ടും നമുക്ക് ഇതിന്റെ പേയ്മെന്റ് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് LIC പോളിസി ഹോൾഡേഴ്സിന് ബെനിഫിറ്റ്സ് എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിനകത്തേക്ക് പോവാം. അപ്പോൾ ഇതിന്റെ ഓൾറെഡി മുൻപുണ്ടായിരുന്ന, അതായത് ജീവൻധാര ഫസ്റ്റ് ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് കുറെ ഇതിനകത്തും വരുന്നുണ്ട്. സം അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വരുന്നത് ഇതിന് റെഗുലർ ആയിട്ടും സിംഗിൾ ആയിട്ടും നമുക്ക് ഇതിനകത്ത് പ്രീമിയം അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെഫേർഡ് പെൻഷന് വേണ്ടിയിട്ട് നമുക്ക് വൺ ടൈം ആയിട്ടും റെഗുലർ ആയിട്ടും ഇതിനകത്ത് പ്രീമിയം അടയ്ക്കാം. റെഗുലർ പ്രീമിയത്തിനകത്ത് നമുക്ക് 9 തരത്തിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള മിതമായിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വഴിയെ വരുന്നുണ്ട്, അതിനകത്ത് ഈ ഓപ്ഷൻസിനെ കുറിച്ച് വിവരിക്കുന്നതാണ്. അടുത്തത് സിംഗിൾ പ്രീമിയം ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ തവണയായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് 20 വയസ്സുള്ള ഒരു വ്യക്തിക്ക് മുതൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 80 വയസ്സ് വരെയും ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ പ്രീമിയം ആയിട്ട് എടുക്കുന്ന പോളിസിയുടെ അകത്ത് 31 വയസ്സായാൽ മാത്രമാണ് നമ്മുടെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ റെഗുലർ പ്രീമിയം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 35 വയസ്സായാലാണ് നമ്മുടെ പെൻഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഡെഫർമെന്റ് ടൈം എടുക്കാൻ പറ്റുന്നത് 5 മുതൽ 15 വർഷം വരെയാണ് റെഗുലർ പ്രീമിയത്തിനകത്ത് നമുക്ക് ഡെഫർമെന്റ് ടേം എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആ ടേം കഴിഞ്ഞിട്ടാണ്, ഡെഫർ ചെയ്ത ആ സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പെൻഷൻ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുക. സിംഗിൾ പ്രീമിയത്തിനകത്താണെങ്കിൽ 1 വർഷം മുതൽ 15 വർഷം, നമുക്ക് ജീവൻ ശാന്തിയുടെ അകത്ത് 1 വർഷം മുതൽ 12 വർഷം വരെയാണ് ഇവിടെ 1 മുതൽ 15 വരെ സിംഗിൾ പ്രീമിയത്തിനകത്ത് നമുക്ക് ഡെഫർമെന്റ് ടേം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി റെഗുലർ പ്രീമിയത്തിന്റെ ടേം എന്ന് പറയുന്നത് ഡെഫർമെന്റ് ടേം എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതാണ് റെഗുലർ പ്രീമിയത്തിന്റെ ടേം ആയിട്ട്, പേയ്മെന്റ് ടേം ആയിട്ട് ഇവിടെ വരിക. അതുപോലെ തന്നെ നമുക്കിതിൽ മിനിമം വരുന്നത് 1 lakh ആണ്. സിംഗിൾ പ്രീമിയത്തിനകത്ത് നമുക്ക് 1 lakh അടച്ചുകൊണ്ട് വേണമെങ്കിൽ ഇത് എടുക്കാനായിട്ട് പറ്റും. അത് പക്ഷേ ഏജിനും ഡെഫർമെന്റ് ടേമിനും സബ്ജക്ട് ചെയ്തിട്ടാണ് അത് വരിക. അപ്പൊ നമുക്ക് കൃത്യം 1 ലക്ഷം നമുക്കിവിടെ പറയാൻ പറ്റില്ല. പക്ഷെ ദിവ്യാഞ്ജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറി, അതായത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ചിൽഡ്രൻ, അവർക്ക് ഹാൻഡിക്യാപ്ഡോ അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷം എന്നുള്ളത് 50,000 മതിയായിരിക്കും മിനിമം എമൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് എടുക്കാം. അതുപോലെ തന്നെ ആനുവിറ്റി മോഡ്, നമുക്ക് പെൻഷൻ കിട്ടുന്ന മോഡ് ഇയർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ക്വാർട്ടർലിയോ മന്ത്ലിയോ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വൺസ് നമ്മളത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ആനുവിറ്റി മോഡ് നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ ഈ ഒരു പോളിസിയുടെ അകത്ത് തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മന്ത്ലി ആണ് മേടിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കത് ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഒക്കെ ആയിട്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. മറിച്ചാണെങ്കിലും ഇപ്പൊ ഇയർലി മേടിക്കുന്നത് വേണമെങ്കിൽ മന്ത്ലി ആക്കാനായിട്ടുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോളിസിയുടെ അകത്ത് ജീവൻധാര ഫസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ല ഫീച്ചറാണ്. അതായത്
നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 50% 100% നമ്മൾ അടച്ച പ്രീമിയത്തിന്റെ ലംസമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, അത് 75-ാമത്തെ വയസ്സിലോ 80-ാമത്തെ വയസ്സിലോ നമുക്കിത് തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫീച്ചർ. ഇത് കൂടാതെ ഇത് നമ്മൾ വിത്ഡ്രോ ചെയ്താലും നമുക്ക് നമ്മുടെ ആന്വിറ്റി പെൻഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ തികച്ചും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് മറ്റ് ജീവൻ ശാന്തിയിലാണെങ്കിലും അക്ഷയിലാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ അവിടെ സ്റ്റോപ്പ് ആവും. പക്ഷെ ഇവിടെ നമുക്കത് 50% 100% നമ്മൾ അടച്ച പ്രീമിയം നമ്മൾ എടുത്താലും നമുക്ക് ഇവിടെ പേയ്മെന്റ് കണ്ടിന്യൂസ്, അതായത് പെൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ഓപ്ഷനാണ്, അതായത് എല്ലാ വർഷവും 5% വെച്ച് അഡീഷണൽ പെൻഷൻ കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. 76-ാമത്തെ വയസ്സ് മുതൽ 95 വരെയും ഇത് അവൈലബിൾ ആണ്. നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്ന പെൻഷന്റെ കൂടെയാണ് 5% എക്സ്ട്രാ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് 76 മുതൽ 95 വയസ്സ് വരെയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇതൊരു എക്സ്ട്രാ ഫീച്ചർ, അഡീഷണൽ ഫീച്ചർ ഇവിടെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹയർ പ്രീമിയംസ് എടുക്കുമ്പോൾ ഹയർ ഇൻസെന്റീവ്സ് നമുക്ക് ഇവിടെ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ, അപ്പോൾ ഓൾറെഡി LIC പോളിസി ഹോൾഡേഴ്സ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ എക്സ്ട്രാ ഇൻസെന്റീവ്സ് ഇവിടെ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുൻപ് പോളിസികൾക്കുള്ളത് പോലെ തന്നെ ഡെത്ത് ബെനിഫിറ്റ് നമുക്ക് വേണമെങ്കിൽ ലംസമായിട്ടോ അല്ലെങ്കിൽ പെൻഷൻ ആന്വിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടോ, സെറ്റിൽമെന്റ് ഓപ്ഷൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ മറ്റു പോളിസികളുടെ പോലെ നമുക്കുണ്ട്. ഇവിടെ കിട്ടുന്ന മറ്റൊരു അഡീഷണൽ ഓപ്ഷനാണ്, അതായത് പോളിസി ഹോൾഡറിനെ ഡെഫർമെന്റ് ടേമിനകത്ത് ടോപ്പ് അപ്പ് ചെയ്യാനായിട്ടുള്ള ആന്വിറ്റി ടോപ്പ് അപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണത്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75 വയസ്സിലോ 80-ാമത്തെ വയസ്സിലോ വേണമെങ്കിൽ നമുക്ക് അടച്ച പ്രീമിയത്തിന്റെ 50% 100% നമുക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് വിത്ഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആന്വിറ്റി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ പ്ലാനിനകത്ത്. ജോയിന്റ് ലൈഫായിട്ട് നമ്മൾ 2 പേരെ ചേർത്ത് എടുക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ റെഗുലർ പ്രീമിയം എടുത്ത് നമുക്ക് കുറച്ചടച്ച് പിന്നീട് അടയ്ക്കാൻ പറ്റാതെ പെയ്ഡപ്പ് ആയിട്ട് പോയാലും നമുക്ക് ഇവിടെ പെൻഷൻ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡെത്ത് ബെനിഫിറ്റും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പോളിസികൾക്കുള്ളത് പോലെ തന്നെ ലോൺ ഫെസിലിറ്റി, അതുപോലെ തന്നെ സറണ്ടർ ഫെസിലിറ്റിയും ഈ ഒരു പ്ലാനിനകത്തും അവൈലബിൾ ആണ്. അപ്പോൾ LIC ലോഞ്ച് ചെയ്യാൻ പോകുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആന്വിറ്റി പ്ലാൻ ആണ് ഇറങ്ങാൻ പോകുന്ന ജീവൻധാര സെക്കൻഡ്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ വഴിയെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കിട്ടിയ ഡാറ്റ വെച്ചിട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.